ആയിരൊക്കെ നമസ്കാരം. നിങ്ങൾ കേൾക്കാത്ത ഇന്നാണ് ഏത്തപ്പഴം വെച്ച് എന്തൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോകണം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, നമുക്ക് വീഡിയോ കിടക്കാം. അത് എന്തൊക്കെ ആവശ്യം എന്ന് പറയാം. ഞാൻ 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. 4 ഏത്തപ്പഴം, ശർക്കര, പിന്നെ നമുക്ക് ആവശ്യം വരുന്ന പപ്പടം, പിന്നെ ഏലക്കയും പഞ്ചസാരയും കൂടെ ഞാൻ പൊടിച്ചു വെച്ചാണേ. എന്താ ചെയ്യുന്നത് കാണിച്ചു തരാം. ഏത്തപ്പഴം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി തനു, നീ എന്താ ഉണ്ടാക്കാൻ പോന്നെ മനസ്സിലായി. അപ്പം 3 കിടക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ. ഇത്രയും ശർക്കര ഇട്ടിട്ടുണ്ട്, വെള്ളം ഒഴിച്ചു. ഇതൊക്കെ ശകലം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അടുപ്പ് കത്തിക്കുക. കത്തിച്ചു വേവട്ടെ, മുറുകി വെന്ത് വരട്ടെ. നമുക്ക് ഏലക്ക പൊടി ഇടാവേ. ഇനി നമുക്ക് പപ്പടം അങ്ങോട്ട് വാട്ടിയെടുക്കാം. അതിന് സ്മെല്ലൊക്കെ കാണുമ്പളെ പപ്പടം വാട്ടിയെടുത്തിട്ട് ഞാൻ വറുക്കട്ടെ. അയ്യോ വേണ്ട, നിങ്ങൾക്ക് അറിയാം ഞാൻ എന്താ ഉണ്ടാക്കണം. ചോറുണ്ടാക്കറിയാം, കറി ഉണ്ടാക്കറിയില്ല, പപ്പടം വറുത്തറിയാം. അല്ലാമ്മ കറി എങ്ങനെ ഉണ്ടാക്കാൻ എനിക്കറിയില്ല. കറി ഉണ്ടാക്കി പഠിക്കണം, അങ്ങനെ നോക്കി. അല്ലാമ്മ എല്ലാം പഠിക്കണം. ഞാൻ പഠിക്കണം അവിടെ. എല്ലാം പഠിച്ചിട്ട് വേണം ഞമ്മക്കൊറ്റ കുത്തിരിക്കാൻ. ഇതെല്ലാം പഠിച്ചിട്ട് വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാം. പണ്ടുള്ളവര് പറയും ജോലി കിട്ടിയിട്ട്, സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാന്നുള്ളത്. ഇതെല്ലാം പഠിച്ചിട്ട് വേണം. എന്തോന്നാ പപ്പടം ബിളിബിളിബിളിബിള് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നുണ്ടോ? പപ്പ വാട്ടി എടുത്തിട്ട് കാണാവേ. അപ്പോൾ അതെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഞാൻ. എനിക്കും എടുക്കട്ടെ. ഇനി എന്താണെന്നറിയോ, ഞാൻ പാല് നന്നായിട്ട് കുറുക്കി, എന്നുവെച്ചാൽ വെള്ളം പോലും ചേർക്കാതെ ഞാൻ തിളപ്പിച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറുക്കി. ഇത് ഓണല്ലേ? ഓണം. പാല് നല്ല രീതിയിൽ കുറുക്കി എടുത്തിട്ടുണ്ട്. നിമ്പക്കത് പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ വീഡിയോ കണ്ടത് തേങ്ങാപ്പാലാണേ, പക്ഷെ എനിക്കൊരു പേടി. ഇനി ഇതേ പപ്പടം കൂട്ടി ദൈവം കഴിക്കട്ടെ. ചൂടുണ്ട്, കഴിക്കേ. ചൂടാത് ഞാൻ പാൽ ഒഴിച്ചതാ അതില്. തൊട്ടോക്കിക്ക് ചൂടുണ്ടോന്ന്. ഞാനും പാലൊഴിച്ചു നോക്കട്ടെ. ദൈവം മന്ത്രം ജപിക്കുക. കഴിയിലിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. ദൈവങ്ങളുടെ മുന്നേ ഞാനാ ടേസ്റ്റ് ചെയ്യുന്നത്. ചൂടുണ്ട്, ചൂട് നല്ല ടേസ്റ്റ് ഉണ്ടായി.
കഴിച്ചിക്ക അയ്യോ ക്യാമറ സെറ്റ് ചെയ്യുക ക്യാമറ ഞാനിതിൽ കുറച്ചും കൂടെ ശർക്കര ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇച്ചിരി കൂടെ പാലൊഴിക്കാം ഭയങ്കര കഷ്ടമാട്ടോ ഒരു വീഡിയോ എടുത്തു തരാൻ പോലും ആരുമില്ല പപ്പനെടുക്കോ ഒന്ന് കഴിക്കുന്ന നോക്കിക്കോ ഇങ്ങനെ കൊഴിക്കുക നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊഴിച്ചിട്ട് ശർക്കര അങ്ങോട്ട് ഉരുകി അങ്ങ് പറ്റൂ കേട്ടോ പാത്രത്തില് കൊതിയുണ്ടല്ലേ എല്ലാവർക്കും ഇതേ ഒരു രക്ഷയില്ല അടിപൊളി കൊള്ളാട്ടോ അങ്ങോട്ടിരിക്കും അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇങ്ങനെ കൊഴിക്കണം അത് കൊയ്ക്കുക പാല് നോക്കന്ന് ശർക്കര ഒട്ടിപ്പോയിക്ക് പാല് ശർക്കരക്ക് ഒട്ടിപ്പിടിച്ചിക്കാ ഓരോട് പറഞ്ഞങ്ങൾ ഒട്ടിപ്പിടിക്കണ്ട അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഞങ്ങളിത് ഇവിടെ കുഴക്കുന്ന തിരക്കില്ല അതുകൊണ്ടാണ് ഉണ്ടാത്ത അടിപൊളിയാണേ അപ്പം ഇതുണ്ടാക്കി നോക്കിയിട്ട് ഒരു അഭിപ്രായം പറയണേ ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും ഞാനും കണ്ടതാണ് മറ്റൊരു വീഡിയോയിൽ അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി സൂപ്പർ സാധനമാണ് വിഷുവിനൊക്കെ ഇതുണ്ടാക്കി പായസത്തിന് പോരാ ആയി നോക്കി അങ്ങോട്ട് നോക്കി പറവളെ പറടോ ഇതെല്ലാം ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് പുതിയ ആൾക്കാര് അതൊക്കെ പിന്നെ ഞാൻ പറയണോ പുതിയ ആൾക്കാർക്കാണെങ്കിൽ അയ്യോ കൈ താത്തി അല്ല അമ്മേ ഒന്ന് പറഞ്ഞു കുടിക്കട്ടെ ഒന്ന് പറയുമോ ഞാൻ വെള്ളം കുടിച്ചിട്ടാ അമ്മേ ഞാൻ വെള്ളം എടുക്കാൻ തിരക്കിലായിരുന്നു വെള്ളം എടുത്തിട്ട് വന്ന് പറയാന്നല്ലേ പറഞ്ഞേ ഞാൻ വെള്ളം എടുത്ത് കുടിച്ചതേ ഉള്ളൂ പോണേ ബാക്കി പറയുന്നില്ലേ പുതിയ ആൾക്കാർക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആൾക്കാർ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ പുതിയ ആൾക്കാരുണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ അടുത്ത വീഡിയോ കാണാം.